സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദ്ഗുരവേ നമ. ഹരേ കൃഷ്ണ. അഥ ത്രിചത്വാരിംശത്തമോധ്യായ. ശ്രീശുക ഉവാച. അഥ കൃഷ്ണശ്ച രാമശ്ച കൃതശൗചൗ പരന്തപ മല്ലദുന്ധുഭിനിർഘോഷം ശ്രുത്വാ ദ്രഷ്ടുമുപേയതു. രംഗദ്വാരം സമാസാദ്യ തസ്മിന്നാഗമവസ്ഥിതം അപശ്യത് കുവലയാപീഠം കൃഷ്ണോം ഭഷ്ടപ്രചോദിതം. ബദ്ധ്വാ പരികരം ശൗരി സമുഹ്യ കുടിലാളകാൻ ഉവാച ഹസ്തിപം വാചാ മേഘനാദഗഭീരയാ. അംബഷ്ടാംബഷ്ടമാർഗം നൗ ദേഹ്യപക്രമമാചിരം നോ ചേത്സകുഞ്ചരം ത്വാദ്യ നയാമി യമസാദനം. ഏവം നിർഭർസിതം ഭഷ്ട കുപിതഃ കോപിതം ഗജം ചോദയാമാസ കൃഷ്ണായ കാലാന്തകയമോപമം. കരീന്ദ്രസ്തമഭിദ്രുത്യ കരേണ തരസാ ഗൃഹീത കരാദ്വിഗളിതഃ സോമം നിഹത്യാംഘ്രിഷ്വലീയത. സംക്രുദ്ധസ്തമചക്ഷാണോ ഘ്രാണദൃഷ്ടി സ കേശവം പരാമൃശൽ പുഷ്കരേണ സ പ്രസഹ്യ വിനിർഗത. പുച്ഛേ പ്രഗൃഹ്യാതിബലം ധനുഷഃ പഞ്ചവിംശതിം വിജകർഷയഥാ നാഗം സുപർണ ഇവ ലീലയാ. സപര്യാവർത്തമാനേന സവ്യദക്ഷിണതോച്യുത ബഭ്രാമ ഭ്രാമ്യമാണേന ഗോവത്സേനേവ ബാലക. തതോഭിമുഖമഭ്യേത്യ പാണിനാ ഹത്യവാരണം പ്രാദ്രവൻ പാതയാമാസ സ്പൃശ്യമാനഃ പദേ പദേ. സ ധാവൻ ക്രീഡയാ ഭൂമൗ പതിത്വാ സഹസോത്ഥിത തം മത്വാ പതിതം ക്രുദ്ധോ ദന്താഭ്യാം സോഹനർക്ഷിതിം. സ്വവിക്രമേ പ്രതിഹതേ കുഞ്ജരേന്ദ്രോത്യമർഷിത ചോദ്യമാനോ മഹാമാത്രൈഃ കൃഷ്ണമഭ്യദ്രവദൃശാ. തമാപതന്തമാസാദ്യ ഭഗവാൻ മധുസൂദന നിഗൃഹ്യ പാണിനാ ഹസ്തം പാതയാമാസ ഭൂതലേ. പതിതസ്യ പദാക്രമ്യ മൃഗേന്ദ്ര ഇവ ലീലയാ ദന്തമുൽപാട്യ തേനേഭം ഹസ്തിപാംശ്ചാഹനത് ഹരി. മൃദഗം ദിവമുത്സൃജ്യ ദന്തപാണിഃ സമാവിശൽ അംസന്യസ്തവിഷാണോ സൃങ് മദബിന്ദുഭിരങ്കിത. വിരൂഢസ്വേദകണികാ വദനാംബുരുഹോ ബഭൗ. സ്മൃതൗ ഗോപൈഃ കതിപയൈർബലദേവ ജനാർദ്ദനൗ രംഗം വിവശതൂ രാജൻ ഗജദന്തവരായുധൗ. മല്ലാനാമശനൃണാം നരവരസ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സതാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശു. മൃത്യുർഭോജപതേ വിരാടവിദുഷാം ദത്തം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗദസാഗ്രജ. ഹതം കുവലയാപീഠം ദൃഷ്ട്വാ താവപി ദുർജയോ കംസോ മനസ്വ്യപി തദാ ഭൃശമുദ്വിവിജേ നൃപ. തൗ രേജതൂ രംഗഗതൗ മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രഗംഭരൗ യഥാ നടാവുത്തമവേഷധാരിണൗ മനഃക്ഷിപന്തൗ പ്രഭയാ നിരീക്ഷതാം. നിരീക്ഷ്യ താവുത്തമപൂരുഷൗ ജനാ മഞ്ജസ്ഥിതാ നാഗരരാഷ്ട്രകാ നൃപ. പ്രഹർഷവേഗോൽക്കലിതേക്ഷണാനനാഃ പപുർനതൃപ്താ നയനൈസ്തദാനനം. പിബന്ത ഇവ ചക്ഷുർഭ്യാം ലിഹന്ത ഇവ ജിഹ്വയാ ജിഘ്രന്ത ഇവ നാസാഭ്യാം ശ്ലിഷ്യന്ത ഇവ ബാഹുഭിഃ. ഊയുഃ പരസ്പരം തേ വൈ യഥാ ദൃഷ്ടം യഥാ ശ്രുതം തദ്രൂപഗുണമാധുര്യപ്രാഗൽഭ്യസ്മാരിതാ ഇവ. ഏതൗ ഭഗവതഃ സാക്ഷാത് ഹരേർനാരായണസ്യ ഹി അവതീർണാ വിഹാംശേന വസുദേവസ്യ വേശ്മനി. ഏഷ വൈ കില ദേവക്യാം ജാതോ നീതശ്ച ഗോകുലം കാലമേദം വസൻ ഗൂഢോ വവൃധേ നന്ദവേശ്മനി.
പൂതനാനേന നീതാന്തം ചക്രവാതശ്ച ദാനവ അർജുനൗ ഗുഹ്യഗഃ കേശി ധേനുകോऽന്യേ ച തദ്വിധാ ഗാവഃ സപാല ഏതേന ദാവാഗ്നേ പരിമോചിതാഃ കാളിയോ ദമിതഃ സർപ്പ ഇന്ദ്രശ്ച വിമതഃ കൃത സപ്താഹമേകഹസ്തേന ധൃതോ ദ്രിപ്രവരോ മുനാ വർഷവാതാ ശനിഭ്യശ്ച പരിത്രാതം ച ഗോകുലം ഗോപ്യോസ്യ നിത്യമുദിതഹസിതപ്രേക്ഷണം മുഖം പശ്യന്ത്യോ വിവിധാം സ്ഥാവാം സ്തരന്തി സ്മാശ്രമം മുദാ വദന്ത്യനേന വംശോയം യദോ സുബഹുവിസൃത ശ്രിയം യശോ മഹത്വം ച ലപ്സ്യത്തെ പരിരക്ഷിത അയം ചാസ്യാഗ്രജ ശ്രീമാൻ രാമഃ കമലലോചന പ്രലംബോ നിഹതോ യേന വത്സകോ ഏബഗാദയ ജനേഷു ഏവം ബ്രുവാണേഷു തൂര്യേഷു നിനദൽസുജ കൃഷ്ണരാമോ സമാഭാഷ്യ ചാണൂരോ വാക്യമബ്രവീത് ഹേ നന്ദസൂനോ ഹേ രാമ ഭവന്തോ വീരസമ്മതോ നിയുദ്ധകുശലൗ ശ്രുത്വാ രാജ്ഞാഹൂതൗ ദിദൃക്ഷുണാ പ്രിയം രാജ്ഞഃ പ്രകുർവന്ത്യ ശ്രേയോ വിന്ദന്തി വൈ പ്രജാ മനസാ കർമ്മണാ വാചാ വിപരീതമതോന്യഥാ നിത്യം പ്രമുദിതാ ഗോപാ വത്സപാലാ യഥാ സ്ഫുടം വനേഷു മല്ലയുദ്ധേന ക്രീഡന്തശ്ചാരയന്തി ഗാഃ തസ്മാദ്രാജ്ഞഃ പ്രിയം യൂയം വയം ചക്കരവാമഹേ ഭൂതാനി ന പ്രസീദന്തി സർവഭൂതമയോ നൃപ തന്നിശമ്യാബ്രവീത് കൃഷ്ണോ ദേശകാലോചിതം വച നിയുദ്ധമാത്മനോഭീഷ്ടം മന്യമാനോഭിനന്ദ്യ ച പ്രജാ ഭോജപതേരസ്യ വയം ചാപി വനേചരാः കരവാമഃ പ്രിയം നിത്യം തന്നഃ പരമനുഗ്രഹ ബാലാ വയം തുല്യബലൈഃ ക്രീഡിഷ്യാമോ യഥോചിതം ഭവേന്നിയുദ്ധം മാ ധർമ്മ സ്പൃശേന്മല്ലസഭാസദ ചാണൂര ഉവാച ന ബാലോ ന കിശോരസ്ത്വം ബലച്ഛ ബലിനാം വര ലീലയേ ഭോ ഹതോ യേന സഹസ്രദ്വിവസത്വഭൃത് തസ്മാൽ ഭവദ്ഭിയാം ബലിഭി യോദ്ധവ്യം നാനയോത്ര വൈ മയി വിക്രമവാഷ്ണേയ ബലേന സഹ മുഷ്ടിക സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർത്ഥേ കുവലയാപീഠവതോ നാമ ത്രിചത്വാരിംശത്തമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ശരണം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വ്യത്യാസാഹിതപാദയാ വിവലിതഗ്രീവാഭിരാമശ്രിയാ സത്യാനന്ദഘനസ്വരൂപവപുഷസ്ഥിത്യാ ജഗന്മോഹയൻ വംശാരാവസുധാരസൈർവഹരൻ സംസാരതാപം സദാ മംസാരംബിതബർഹഭാരസുഭഗ കംസാരീരാസ്താന്മുദേ. ശ്രീ ശംബരേശ ശരണം. ഹരേ കൃഷ്ണ. ഇന്ന് പാരായണം ഉണ്ടായത് 43-ാമത്തെ അധ്യായം, ദശമസ്കന്ധത്തിലെ 43-ാമത്തെ അധ്യായം കുവലയാപീഠ വധം. അതാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം. കഴിഞ്ഞ അധ്യായങ്ങളിൽ അക്രൂരൻ്റെ ഗോകുലയാത്ര, അവിടെ രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി കംസൻ അക്രൂരരെ അയച്ചു. നന്ദഗോപാദികളും
ഗോപന്മാരും ഒക്കെ കൂടി ഗോരസങ്ങളൊക്കെ എടുത്ത് മധുരയിലേക്ക് വില്ലുപൂജ കാണാൻ വരുന്നു. ആ സമയത്ത് രാമകൃഷ്ണന്മാരെ തേരിലേറ്റിക്കൊണ്ട് അക്രൂരർ വരുന്ന വഴി ഭഗവാൻ അക്രൂരർക്ക് വൈകുണ്ഠം ഭഗവാന്റെ ലോകം കാട്ടിക്കൊടുക്കുന്നതും അക്രൂരൻ്റെ സ്തുതിയും ഒക്കെ കണ്ടു. അതിനുശേഷം മധുരയിലെത്തി രാമകൃഷ്ണന്മാരും ഈ മധുരാപട്ടണമൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. ആ സമയത്ത് അവർക്ക് വസ്ത്രമൊക്കെ ചോദിച്ചിട്ടും കൊടുക്കാത്ത ആ വെളുത്തേടനോട് ബലാൽ വസ്ത്രങ്ങളൊക്കെ വാങ്ങി പീതാംബരവും അതുപോലെ രാമൻ നീലാംബരവും മറ്റു വസ്ത്രങ്ങളൊക്കെ ഗോപന്മാർക്കും ഒക്കെ കൂടി കൊടുത്ത് മാലയും കെട്ടുന്നവരോട് മാലയൊക്കെ മേടിച്ചിട്ട് കുറിക്കൂട്ട് കൊണ്ടുപോകുന്നതായ ആ കുബ്ജയ്ക്ക് സന്തോഷത്തോടു കൂടി അവൾ നൽകിയ ആ കുറിക്കൂട്ട് മേടിച്ച് അവളെ സുന്ദരിയാക്കിയതും അങ്ങനെ നടന്ന് അവർ ഈ വില്ല് പൂജിക്കാൻ വെച്ചിരിക്കുന്ന ആ ശാലയിലേക്ക് പ്രവേശിച്ച് ധനുർഭംഗം നടത്തുകയും അവിടെയുള്ള ആ സൂക്ഷിപ്പുകാരൊക്കെ പേടിച്ചോടി. കംസൻ ഈ ശബ്ദം കേട്ട് പരിഭ്രാന്തനായി. അങ്ങനെ ആ രാത്രി ഭീതിയോടുകൂടി കംസൻ കിടന്നു. ഉറക്കം വരാതെ കഴിച്ചുകൂട്ടി. രാമകൃഷ്ണന്മാർ അവരുടെ ആ സ്ഥലത്തേക്കെത്തി. അങ്ങനെ ആ രാത്രി പിറ്റേ ദിവസത്തെ ആ കംസവധത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരുക്കത്തോടു കൂടി അവരും ആ രാത്രി അങ്ങനെ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാമനും കൃഷ്ണനും കുളിയും നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഉച്ചത്തിലുള്ള മല്ലവാദ്യം കേട്ട് മല്ലയുദ്ധം കാണാൻ വേണ്ടിയിട്ട് ആ മല്ലരംഗത്തേക്ക് പുറപ്പെട്ടു. മല്ലരംഗത്തിലേക്കുള്ള പ്രവേശനദ്വാരത്തിൽ കുവലയാപീഠം എന്ന കൊമ്പനാനയെ നിർത്തിയിരുന്നു. ആ ആന ക്രൂര സ്വഭാവിയാണ്. അതിനും പുറമെ ആനക്കാരൻ അതിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയിരുന്നു. ഭഗവാൻ പറഞ്ഞു, വഴിയിൽ നിന്ന് ആനയെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തൂ, ഞങ്ങൾക്ക് വഴി തരൂ, അല്ലെങ്കിൽ നിന്നെയും ആനയെയും യമപുരിയിലേക്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആനക്കാരന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ ആനയെ കൃഷ്ണൻ്റെ നേരെ പായിച്ചു. ഭഗവാൻ അതിൻ്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ച് ആനയുടെ കാലുകൾക്കിടയിൽ പോയി ഒളിച്ചു. ആന മണം കൊണ്ട് തിരിച്ചറിഞ്ഞ് കൃഷ്ണനെ കടന്നു പിടിക്കുകയും ഭഗവാൻ കുതറി ആനയുടെ പിടിയിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. ആനയുടെ പിന്നിൽ ചെന്നതിൻ്റെ വാൽ പിടിച്ച് കുറേ ദൂരെ പിന്നോട്ടേക്ക് വലിച്ചു. വാലു പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ച് ആനയെ വല്ലാതെ കഷ്ടപ്പെടുത്തി. പിന്നീട് വാല് വിട്ട് ആനയുടെ മുമ്പിൽ വന്നു. അതിൻ്റെ മസ്തകത്തിൽ കൈപ്പത്തി കൊണ്ട് അടിച്ചു ഭഗവാൻ. വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ആനക്കാരൻ്റെ പ്രേരണയനുസരിച്ച് ആന കൊലവിളിയോടെ കൃഷ്ണൻ്റെ പിന്നാലെ പാഞ്ഞു ചെന്നു. അപ്പോൾ ഈ കാലിടറി വീഴുന്നത് പോലെ കൃഷ്ണൻ കളിച്ചു. കൃഷ്ണൻ താഴെ വീണു. ആനക്കാരൻ പ്രേരിപ്പിച്ചതനുസരിച്ച് ആന ഈ ഭഗവാനെ ആഞ്ഞു കുത്തി എന്ന് തന്നെ പറയാം. വീണ ഉടനെ ഭഗവാൻ ചാടി എഴുന്നേറ്റിരുന്നു. അത് ആനയും ആനക്കാരനും കണ്ടില്ല. കൃഷ്ണനെ കുത്തിയ ആനയുടെ കൊമ്പുകൾ ഭൂമിയിൽ ആഴത്തിലാണ്. കൃഷ്ണൻ ഉണ്ടെന്ന് വിചാരിച്ച് കൃഷ്ണൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച് ആ കുത്തിയ ആനയുടെ കൊമ്പുകൾ ഭൂമിയിൽ ആഴത്തിലാണ്ടു. ആന കൊമ്പുകൾ വലിച്ചെടുത്തു. ക്രോധത്തോടുകൂടി മൂർച്ഛിതനായി കൃഷ്ണൻ്റെ നേരെ ദേഷ്യത്തോടെ പാഞ്ഞെടുത്തു.
അപ്പോഴ് തുമ്പിക്കൈക്ക് പിടിച്ച് ആനയെ താഴെ വീഴ്ത്തി ഭഗവാൻ മസ്തകത്തിൽ ചവിട്ടി നിന്ന് അതിൻ്റെ 2 കൊമ്പുകളും പറിച്ചെടുത്തു. ആനക്കൊമ്പുകൊണ്ട് തന്നെ ആനക്കാരനെയും ആനയെയും അടിച്ചു. അവർക്ക് ഓരോരടി കൊടുത്തു. അവർ 2 പേരും അങ്ങനെ മരിച്ചു വീണു. ആനയുടെ ഒരു കൊമ്പ് കൂടെ വന്ന ബലരാമന് കൊടുത്തു, ഒന്ന് കൃഷ്ണനും എടുത്തു. അങ്ങനെ ആനക്കൊമ്പും ചുമലിൽ വെച്ചുകൊണ്ട് രാമനും കൃഷ്ണനും മല്ലരംഗത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ മല്ലയുദ്ധം കാണാൻ വേണ്ടി വന്നവരൊക്കെ കൃഷ്ണനെയും രാമനെയും ഇങ്ങനെ നോക്കിക്കണ്ടു. അപ്പോൾ ഇവരെ കാണുമ്പോഴേ, ഭഗവാനെ കാണുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് തോന്നിയത്. പലരും അവിടെ ആ മല്ലയുദ്ധം കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ മധുര പട്ടണത്തിൽ വന്ന് ഈ പട്ടണം കാണുന്ന സമയത്ത് തന്നെ പലരും ഭഗവാനെ ഇങ്ങനെ കാണാൻ പല സ്ഥലങ്ങളിലും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേണ്ടുവോളം ഭഗവാന്റെ ആ സൗന്ദര്യം, രാമകൃഷ്ണന്മാരുടെ സൗന്ദര്യം അവർ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഈ മല്ലയുദ്ധം കാണാൻ വേണ്ടിയും ഇവർ ഒക്കെ എല്ലാ മധുര പട്ടണത്തിലെ എല്ലാവരും തന്നെ ആ മല്ലരംഗത്തിൽ അതാത് ആൾക്കാരുടെ സ്ഥാനങ്ങളിൽ ഇരപ്പുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ തോന്നി എന്നാണ് പറയുന്നത്. മല്ലാനാമശനൃണം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനം സ്വജനോ സദം ക്ഷിതിഭുജം ശാസ്താസ്വപിത്രോ ശിശു മൃത്യുർഭോജപതേർവിരാടവിദുഷം തത്വം പരം യോഗിനം കൃഷ്ണീനം പരദേവതേതി വിദിതോ രംഗം ഗത സാഗ്രജ. അങ്ങനെ ഏട്ടനോടുകൂടി ഈ മല്ലരംഗത്തേക്ക് വന്നിരിക്കുന്നതായ ഭഗവാനെ കണ്ടപ്പോൾ ചാണൂരൻ, മല്ലൻ അവർക്കൊക്കെ ഇടിവാള് തങ്ങളുടെ നേരെ വരുന്നത് പോലെയും സാധാരണ നാട്ടുകാർക്ക് അവരുടെ രാജാവാണെന്നും സ്ത്രീകൾക്ക് കാമദേവൻ സ്വരൂപം സ്വീകരിച്ച് വരുന്നത് പോലെയും സുന്ദരനായി ഈ സ്ത്രീകൾക്കൊക്കെ തോന്നി എന്നാണ് പറയുന്നത്. ഗോപന്മാർക്ക് സ്വന്തം കൃഷ്ണനായിട്ടും ദുഷ്ടരാജാക്കന്മാർക്ക് അവരെ ശിക്ഷിക്കുന്നവരായിട്ടും ദേവകീ വസുദേവന്മാർക്ക് തങ്ങളുടെ ഉണ്ണിയായിട്ടും ഭഗവാനെ കണ്ടപ്പോൾ, രാമകൃഷ്ണന്മാരെ കണ്ടപ്പോൾ തോന്നി. കംസന് കാലൻ തൻ്റെ നേരെ വരുന്നതായിട്ട് തോന്നി. അജ്ഞന്മാർക്ക് വെറും പ്രാകൃത ബാലനായി തോന്നി എന്ന് പറയുന്നു. യോഗികൾക്ക് പരമ്പൊരുളായും യാദവന്മാർക്ക് അവരുടെ പരദേവതയായിട്ടും തോന്നി. ഓരോരുത്തരും അവരവരുടെ മനോഭാവം അനുസരിച്ച് വിവിധ രൂപത്തിൽ കൃഷ്ണനെ കണ്ടു. കുവലയാപീഠത്തിൻ്റെ കൊമ്പുകൾ രാമൻ്റെയും കൃഷ്ണൻ്റെയും തോളിൽ കണ്ടതോടെ ആന കൊല്ലപ്പെട്ട വിവരം കംസൻ അറിഞ്ഞു. അദ്ദേഹം ധീരനാണ്, എങ്കിലും പേടിച്ചു. തനിക്ക് രാമനെയും കൃഷ്ണനെയും ജയിക്കാൻ കഴിയില്ലെന്ന് തോന്നി. ആ സമയത്ത് മല്ലരംഗത്തിൽ കൃഷ്ണനും രാമനും അത്യധികം ശോഭിച്ചു. അവരുടെ അലൗകിക സൗന്ദര്യം കണ്ട് മയങ്ങിയ ജനങ്ങൾ പരസ്പരം പറയുകയാണ്, വസുദേവന്റെ ഗൃഹത്തിൽ ജനിച്ചവരും സാക്ഷാൽ നാരായണന്റെ അംശഭൂതരുമാണ് ഈ രാമകൃഷ്ണന്മാർ. ദേവകിയുടെ മകനായി അവതരിച്ച് ഇത്രയും കാലം നന്ദഗോകുലത്തിൽ വളർന്ന് നന്ദഗോപരുടെയും യശോദയുടെയും മകനായി ഗോപന്മാരുടെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ വളർന്നു. ഗോപസ്ത്രീകൾക്ക് എല്ലാമായിട്ടും ഭഗവാൻ ഈ രാമകൃഷ്ണന്മാർ അങ്ങനെ വളർന്നു. അവിടെ പൂതന, തൃണാവർത്തൻ, ശംഖചൂടൻ, കേശി അവരെയൊക്കെ കൊന്നത് ഈ കൃഷ്ണനാണ്. അവരിങ്ങനെ പറയുക, ഈ മല്ല രംഗത്തിൻ്റെ അവിടെ കാണാനിരിക്കുന്നവർ നീർമരുത് വൃക്ഷങ്ങളെ പുഴക്കി വീഴ്ത്തിയതും കാട്ടുതീയിൽ നിന്ന് ഗോപന്മാരെയും പശുക്കളെയും രക്ഷിച്ചതും കാളിയൻ്റെ അഹങ്കാരം നശിപ്പിച്ചവനെ കാളിന്തിയിൽ നിന്ന് അകറ്റി നദിയിലെ ജലം നിർമ്മലമാക്കി തീർത്തതും ഈ ശ്യാമള കോമള ബാലനാണ്. യാഗം മുടക്കി ഇന്ദ്രന്റെ ഗർവ് ശമിപ്പിച്ചു. ഗോവർദ്ധന പർവ്വതമുയർത്തി കുടപോലെ പിടിച്ച് ഇന്ദ്രന്റെ മഴയിൽ നിന്ന് ഗോകുലവാസികളെ രക്ഷിച്ചത് ഈ നന്ദകുമാരനാണ്. യദുവംശം ഇങ്ങനെ കൃഷ്ണനിലൂടെ ഒരുപാട് പ്രസിദ്ധിയായി. കൃഷ്ണന്റെ ജ്യേഷ്ഠനാണ് ഈ നിൽക്കുന്ന രാമൻ. ഇവര് പ്രലംബൻ, ധേനുകൻ എന്നീ അസുരന്മാരെ കൊന്നത് ഈ ബലരാമനാണ്. നോക്കൂ, ഈ കുമാരന്മാർ ഇവരെ കാണാൻ എന്തൊരു കൗതുകമാണ്, എന്തൊരു ഭംഗിയാണ് എന്നിങ്ങനെ അവിടെയുള്ളവരൊക്കെ പറഞ്ഞു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഉച്ചത്തിൽ അവിടെ മല്ലവാദ്യങ്ങൾ മുഴങ്ങി. ചാണൂരൻ നേരിട്ട് വന്നു പോരിന് വിളിച്ചത് കൊണ്ട് കൃഷ്ണനോടും രാമനോടുമായി അവർ പറഞ്ഞു, നന്ദകുമാരന്മാരായ കൃഷ്ണ അല്ലയോ രാമ, നിങ്ങൾ 2 പേരും വീരന്മാരും മല്ലയുദ്ധത്തിലെ സമർത്ഥരുമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
നിങ്ങളുടെ യുദ്ധം നേരിൽ കാണാൻ ആണ് മഹാരാജാവ് നിങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. രാജാവിനെ പ്രിയം ചെയ്താൽ പ്രജകൾക്ക് നല്ല ക്ഷേമം ഉണ്ടാവും. ഇഷ്ടമല്ലാത്തത് പ്രവർത്തിച്ചാൽ ശിക്ഷയും കിട്ടും. നിങ്ങൾ പശുക്കുട്ടികളെ മേച്ച് വനത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദിവസേന യുദ്ധം ചെയ്ത് കളിക്കാറില്ലേ നിങ്ങൾ? അതിനാൽ നമുക്ക് നല്ല യുദ്ധം ചെയ്ത് മഹാരാജാവിനെ ഇന്ന് സന്തോഷിപ്പിക്കാം എന്നവർ ഈ രാമകൃഷ്ണന്മാരോട് പറഞ്ഞപ്പോൾ രാജാവ് സന്തോഷിച്ചാൽ എല്ലാ ജീവജാലങ്ങളും നമ്മളോട് സന്തോഷിക്കും. രാജാവ് സർവരുടെയും പ്രതിനിധിയല്ലേ എന്നൊക്കെ ഈ മല്ലനും ചാണൂരനും ഈ യുദ്ധത്തിന് നിർത്തിയിരിക്കുന്ന ഇവർ രാമകൃഷ്ണന്മാരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, ഞങ്ങളും മഹാരാജാവിൻ്റെ പ്രജകൾ തന്നെയാണ്, വനവാസികളായ ഗോപന്മാരാണ്. മഹാരാജാവിന് പ്രിയപ്പെട്ടത് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കുട്ടികളായ ഞങ്ങൾ തുല്യ ബലവാന്മാരോട് യുദ്ധം ചെയ്ത് മഹാരാജാവിനെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളോടല്ല, ഞങ്ങൾക്ക് തുല്യമായിട്ടിരിക്കുന്ന ഞങ്ങളുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാരോട് യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിനെ ഈ കംസനെ സന്തോഷിപ്പിക്കാം. ശക്തരും ശക്തി കുറഞ്ഞവരും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ഈ സഭയെ അധർമ്മം ബാധിക്കുമല്ലോ, ഈ സഭയെ തന്നെ അധർമ്മം ബാധിക്കും അങ്ങനെ ചെയ്താൽ. അപ്പം അത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ചാണൂരൻ മറുപടി പറഞ്ഞു, 1000 ആനകളുടെ ബലമുള്ള കുവലയാവിടത്തെ കൊന്ന നീ ബാലകനാ, ഒന്നുമല്ല, ബാലകനുമല്ല, കിശോരനുമല്ല, ശക്തി കുറഞ്ഞവനുമല്ല. ബലരാമനും ശക്തനാണ്. അതിനാൽ വാഷ്ണേയ വൃഷ്ണിവംശത്തിൽ ജനിച്ചവനെ എന്ന് സംബോധനയോടുകൂടി പറയുകയാണ്. വസുദേവരുടെ മകനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വ്യംഗ്യം അർത്ഥം അത് പറയാതെ പറയുകയാണ്. നീ എന്നോട് യുദ്ധം ചെയ്യ്, മുഷ്ടികനോട് രാമനും എതിരിടട്ടെ എന്ന് ഈ മല്ലന്മാർ ഇവരോട് പറഞ്ഞു. അങ്ങനെ ഈ കുവലയാവിയുടെ വധം ഇവിടെ ഈ പ്രഭാഷണം വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കട്ടെ. അടുത്ത ദിവസം അടുത്ത അധ്യായം കംസവധം. ഹരേ കൃഷ്ണ.